ഡൽഹി, ബോംബെ, കൽക്കട്ട, മദ്രാസ് എന്നീ കേന്ദ്രങ്ങളിൽ നിന്നും വൻപിച്ച ഉടമകൾ പ്രസിദ്ധീകരിച്ചു വരുന്ന പത്രങ്ങളുടെയും മൂലധന പ്രഭുക്കൾ നിയന്ത്രിക്കുന്ന ശൃംഖലകളുടെയും സമ്മർദ്ദത്തിൽ നിന്ന് ഇന്ത്യയിലെ യഥാർത്ഥ ജനാഭിലാഷം പ്രതിധ്വനിപ്പിക്കുന്ന നാട്ടുഭാഷാ പത്രങ്ങളെ സംരക്ഷിച്ച് പുഷ്ടിപ്പെടുത്തുന്നതിന് വേണ്ടി ഇപ്രകാരമുള്ള ഒരു പ്രസ് കൗൺസിൽ അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ടാണ് ഇന്ത്യയിലെ നാട്ടുഭാഷാ പത്രങ്ങളുടെ സംഘടന ഈ ശുപാർശകളെ സർവാത്മന സ്വാഗതം ചെയ്തിട്ടുള്ളത്. ഇന്ത്യയിലെ പത്രങ്ങൾ പ്രായേണ ബ്രിട്ടീഷ് പത്രങ്ങളെയാണ് മാതൃകയായി സ്വീകരിച്ചിട്ടുള്ളത്. ബ്രിട്ടീഷ് മേധാവിത്വത്തിലാണ് ഇന്ത്യയിലെ പത്രപ്രവർത്തനം ആരംഭിക്കുന്നത്. ഇതാ നമ്മുടെ കുഴപ്പം. റഷ്യയിലൊക്കെ നമ്മളെപ്പോലുള്ള നാട്ടുകാർ പറയുന്നതാ വാർത്ത. ഇവിടെ ഇപ്പിട് നാട്ടിൽ പത്രം വന്നിട്ടും കാര്യമൊന്നും ഇല്ല കുര്യാക്കോസേ. എന്നാ പിന്നെ എൻ്റെ പൊന്നിച്ചായ പോയി റഷ്യയെ താമസിക്കാത്തെന്താ? അല്ലേ, എന്തവേലും പറയാൻ സമ്മതിക്കത്തില്ലല്ലോ. കുര്യാക്കോസ് പറഞ്ഞാട്ടെ, റഷ്യയിലൊക്കെ എന്തവാ ഇന്നാൾ ഈ പറയുന്ന കേട്ട് വയസ്സായ മനുഷ്യരെ മരുന്ന് കുത്തിവെച്ച് കൊല്ലുമെന്ന്. അവിടെ ആരോഗ്യമില്ലാത്തവരെ വേണ്ടാന്ന്. നേരാന്നോ? ഒന്ന് പോയേ പാച്ചോച്ച. നമ്മുടെ കിഴക്കേത്തെ മുക്കിനെന്താവാന്ന് അറിയത്തില്ല നമ്മക്ക്. പിന്നെ റഷ്യയിലെ കാര്യം തോന്നിയ കൂട്ട് തട്ടി മൂളിച്ചേക്കും അല്ലയോ? അല്ലേ, ഈ കലിങ്ക് കുഴപ്പന്മാരെന്തവാ? അത് ശരി, ഞങ്ങള് കലിങ്ക് കുളപ്പന്മാരാന്നേ. ഇയാളെന്തവാ നാടുകുളപ്പനായിരിക്കും അല്ലയോ? തുണ്ടിയിലെ ചെറുക്കൻ കോതച്ചിറ ചെന്ന് ഇയാളെ കൊച്ചിനെ പെണ്ണ് കെട്ടിയപ്പോൾ തുടങ്ങിയ പുത്തനാറ്റുകരക്കാർക്ക് ഏനക്കേട്. എന്തവാടോ പുത്തനാട്ടുകരക്കാർക്ക് ഈ ഏനക്കേട്? ഏനക്കേടെന്തവാ, ഇത് തന്നെ. കോതച്ചിറയെന്ന് കാലും വലിച്ച് ഇയാൾ ഇങ്ങു വരും. അങ്ങ് കോതച്ചിറ കവലയിൽ നിന്ന് ഇറങ്ങുമ്പോഴേ ഇവിടെ കേക്കാം തുമ്മല്. തിണ്ണ മൂപ്പ് എടുക്കല്ലേ വാച്ചുവേ. മുണ്ട് മടക്കി കുത്താനേ കോതച്ചിറക്കാർക്ക് നല്ലവണ്ണം അറിയാം. മുണ്ടുകുത്തി മടക്കുന്നേ എന്തോനാ ലോനാച്ച? കാലും വലിച്ചോണ്ട് ഓടാനോ? ചെല്ല്, തുമ്മി തുമ്മി ചെന്നാട്ടെ. മോടെ വീട്ടിൽ പോലത്തേക്കിന്റെ സമയം കഴിയുവേ. നാടിനും വീടിനും കൊള്ളാത്ത വാലുനോക്കികള്. കണി കണ്ട അന്നത്തേക്ക് അനന്തവെള്ളം കിട്ടത്തില്ല. അതെ, കോതച്ചിറ പോകുന്ന വഴി ഏതാ? കോതച്ചിറയിൽ എവിടാ പോണ്ടേ? കോതച്ചിറയെ പോകാനല്ല, അങ്ങ് പനച്ചമൂട്ടി പോകാനെ കൊണ്ട് വണ്ടി കയറാനാ. അപ്പം വരുത്തന അല്ലയോ? ലോണ്ടേ അങ്ങോട്ട് നടന്നാൽ മതി. ആ പാടം കഴിഞ്ഞാൽ പിന്നെ റോഡേ വണ്ടി വരുന്ന ഇടവാ. ഓ, അല്ല, പനച്ചമൂട്ടിൽ എവിടാ? പനച്ചമൂട്ടി തന്നെ. എന്താ അവിടെ അറിയുവോ? പിന്നെ ഇല്ലയോ, അവിടെ കഴകത്തെ വീട്ടിലും മുളമൂട്ടിലും ഒക്കെ നമ്മുടെ സ്വന്തക്കാരല്ലയോ? മുളമൂട്ടിലടുത്താ. മുളമൂട്ടി അടുത്തെവിടാ? മേലാഴത്തെന്ന് പറയും. പനച്ചമൂട്ടിൽ ആരോട് ചോദിച്ചാലും കാണിച്ചു തരും. മേലാഴത്ത് കുഞ്ഞന മാപ്പിളയുടെ അപ്പനാ അത്. അയ്യോ, മേലാഴത്തെ കുഞ്ഞനാച്ചന്റെ മോനോ? ആന്ന്. അപ്പോ പേരെന്തോന്നാ പറഞ്ഞേ? കീവറിയത്. കുഞ്ഞനാ മാപ്പിളയോട് ചോദിക്കണം കോതച്ചിറ ലോനായ അറിയുമോന്ന്. ഞങ്ങൾ കച്ചവടത്തിൽ പങ്കല്ലായിരുന്നു. പണ്ട് ഇയാള് തീരെ കൊച്ചായിരുന്നപ്പം പോരുന്നയാ ഞങ്ങള്. ആ കുഞ്ഞനാച്ചൻ എങ്ങനെ ഉണ്ട് ഇപ്പോഴ്? അപ്പന് വയ്യ. ആന്ന് വയസ്സ് ഒരുപാടായില്ലയോ? അല്ലേ, ഇവിടെ എവിടെ പോയാ? നമ്മുടെ ചെല്ലക്കാട്ട് പള്ളിയുടെ തെക്കേത്ത്. ചെല്ലക്കാട്ട് പടിറ്റേന്ന് പറയും. അറിയും. നമ്മുടെ ചവക്കോട്ടയുടെ അടുത്ത് അല്ലയോ? അവിടെ എന്താ വിശേഷം? വിശേഷമൊന്നുമില്ല പാപ്പ. ഇളയ ആളിന്റെ മോന്റെ കെട്ടണക്കാൻ വന്നയാ. ആ വീട്ടിൽ നിന്നാ?
ആന്നു എന്ന് വെച്ച ചത്തുപോയ മാത്തന്റെ മോടെ കെട്ട്. ആന്നു ആന്നു. അല്ലേ, ആ പെണ്ണിനാന്നോ മേലാഴത്തോട്ട് കെട്ടുറപ്പിക്കുന്നേ? എന്തോ അപ്പാപ്പ, അപ്പാപ്പൻ അറിയുമോ അവരെ? രണ്ടു കുടിയും അറിയുവേ. എന്നാ ഞാൻ പോട്ടെ അപ്പാപ്പ. അല്ലേ, പോവാന്നോ? ഒരു 2 എണ്ണയുടെ കായ് തന്നേച്ച് പോയാട്ടെ. ഇപ്പൊ പഴയ പോലെ അല്ല, വലിയ പഞ്ഞവാ. ആണ്ടേ വാങ്ങിക്കൊണ്ടാ പാപ്പ. ആ, ആ, ആ. ആ. എന്റെ മറിയാമോ, ആണ്ട കണ്ടോടി, നിന്റെ മോള് കറിക്കരിയുന്നേ കത്തിക്കും കായ്ക്കും നോവാതുള്ള അരിച്ചിലാന്നേ. അല്ലേലും അവളെ കൊച്ചിലെ മുതലേ ഇച്ചിരി പതുക്കിനെയാ അമ്മാമേ. ആണ്ടെ ഇച്ചിരി കൂടെ വെക്ക അരിഞ്ഞ് എന്റെ പൊന്നു കുഞ്ഞേ. എന്റെ കൈ കീറും അമ്മാമോ. ഇച്ചിരി നേരത്തെ പോകാനെ കൊണ്ട് നിന്നോട് അരിയാൻ പറഞ്ഞേ. അതിപ്പോഴും പണിയായേ. നാളെ ഇളയവിടെ വീട്ടിൽ പോണം. പോകുന്നതിന് മുമ്പ് ഒന്നൊരുങ്ങണ്ടായോ കുഞ്ഞേ? ഒന്നുമില്ലേലും 2 കറുനാരങ്ങ കീറി ഇച്ചിരി അച്ചാറേലും ഇട്ടേച്ച് പോണം. അവിടെ മാപ്പിളയ്ക്ക് വെള്ളക്കറി വലിയ ഏക്കവാ. അമ്മച്ചി, നമുക്കും ഉണ്ടാക്കണേ ഇച്ചിരി വെള്ളക്കറി. നല്ല മൂത്ത നാരങ്ങ വേണം, അല്ലേ രുചിക്കത്തില്ല. അമ്മാമ്മ പോയേച്ച് വന്നാ ഉണ്ടാക്കിത്തരാം. ഇന്നാളീ കായംകുളത്തെ മലക്കറി കടയിൽ നിന്ന് 2-3 നാരങ്ങ കൊണ്ടുവന്നായിരുന്നു ഞങ്ങളുടെ അങ്ങത്താള്. കർത്താവേ, എന്തോ നീരാ! അരിയുമ്പഴേ കൈയുടെ മുട്ടിക്കുടങ്ങിയിട്ട് വീഴിയല്ലയോ. ഈ അമ്മാമ കറിയുടെയും ചോറിന്റെയും കാര്യം പറയുമ്പോഴ് നമുക്കെങ്ങും ഇല്ലാത്ത കൊതി വരും. പറയുന്നതല്ലാതെ അമ്മാമ ഉണ്ടാക്കത്തില്ല. ഇനിയും കൊതി പറഞ്ഞേക്കല്ലേ, അമ്മാമ്മ ഉണ്ടാക്കി തരാം എൻ്റെ കുഞ്ഞിനെ. എന്താവാന്നോ, ഇനി എത്ര നാളാ നമ്മൾ കറിയും ചോറും ഉണ്ടാക്കി കൊടുക്കുന്നേ? പട്ടാളക്കാരൻ വന്നാ പിന്നെ കെട്ടല്ലയോ. കെട്ടിയാ പിന്നെ വല്ലപ്പോഴും പനച്ചമുട്ടി പോയി കാണാനല്ലേ പറ്റത്തുള്ളൂ. അല്ലേ, ഈ അമ്മാമയ്ക്ക് എന്തുവാ? ആരാണ്ട് എങ്ങാണ്ടൂടെ വന്നേച്ചു എന്തോ കാര്യം പറഞ്ഞെന്ന് വെച്ച് എനിക്കെങ്ങും വയ്യ കല്യാണവും കടിപിടി. പൊന്നു കുഞ്ഞേ, കല്യാണ കാര്യം പറയുമ്പോൾ വേണ്ട വേണ്ടാന്ന് പറയുന്നത് ഒരു തരണക്കേടാ. ജീവിതവാ വലിയ കാര്യം. ജീവിതം ഉണ്ടേലേ ഇഷ്ടവും ഇഷ്ടക്കേടും ഉള്ളൂ. ഉള്ള കാലത്ത് ആമ്പ്രനൂനുമായിട്ട് കഴിയുന്ന പെമ്പിളമാർക്കുള്ള എരണം കേട്ടേ. ആ മറിയാമോ, എനിക്ക് തോന്നുന്നു ഇത് തന്നാ നടക്കുന്നതെന്ന്. അല്ലേലും അച്ഛൻ ഒന്നും ഓർക്കാതെ പറയുവോ? ആ, കർത്താവിനറിയാം. അതാ തള്ളമാരുടെ മനസ്സ് പിടയ്ക്കുന്നയാ പിള്ളാര് കാണേണ്ടേ. ആ, നീ ആ ഇരുമ്പിങ്ങി തന്നേ. ആ അമ്മാമോ, പോണേ പൊയ്ക്കോണേ, നേരെ ഇരുട്ടിയേച്ചും പിന്നെ. ഓ സാരമില്ലെന്നേ, ഇതുകൂടെ തീർത്തേച്ചും പോകാം. ഒരു ചൂട്ട് കാണത്തില്ലയോ എനിക്ക് വേണ്ടി? 2 ചവിട്ടടി നടന്നാ അങ്ങ് എത്തത്തില്ലയോ? ഓ ഉണ്ടേ, ചായപ്പിന്റെ വാരിക്ക് വെച്ചേപ്പോ ഉണ്ട്. അമ്മാമ്മ കുളിച്ചേച്ചും പോ. ആണ്ടേ മറവേലി വെള്ളം കോരി വെച്ചേപ്പോ ഉണ്ട്.
കർത്താവേ. ശാന്തമോ, കർത്താവേ. എൻ്റെ ആത്മനാഥൻ എൻ്റേതാണ്, ഞാൻ അവൻ്റേതും. കർത്താവേ, അവൻ തൻ്റെ ആട്ടിൻപറ്റത്തെ ലില്ലിക്കിടയിൽ മേയ്ക്കുന്നു. വെയിലാറി നിഴലുകൾ നീളും മുൻപേ എൻ്റെ പ്രിയനെ വരിക. ദുർഘട പർവ്വതത്തിലെ ചെറുമാനിനെപ്പോലെയോ കലമാൻ കുട്ടിയെപ്പോലെയോ ആയിരിക്കുക. ഗാനാലാപനത്തിൻ്റെ സമയമായി. അരിപ്രാവുകൾ കുറുകുന്നത് നമ്മുടെ നാട്ടിൽ കേട്ടു തുടങ്ങി. അത്തിമരം കായ്ച്ചു തുടങ്ങി. മുന്തിരിവള്ളികൾ പൂത്തുലഞ്ഞ് സുഗന്ധം പരത്തുന്നു. എൻ്റെ ഓമനെ, എൻ്റെ സുന്ദരി, എഴുന്നേൽക്കുക, ഇറങ്ങി വരിക. അച്ചി. ആരാ ആരാ? ഇത് ഞാനാ, കോതച്ചിറയിലെ ലോനായ. ആരാന്ന് മനസ്സിലായില്ല, അതാ. ആണ്ടേ, ആ വിളക്കെടുത്ത് മുഖത്തോട്ട് പിടിച്ചാട്ടെ. ഹച്ചി. അല്ല, ആരാന്ന് പറഞ്ഞില്ല. കോതച്ചിറയിലെ ലോനായെ അറിയത്തില്ലയോ ചേ? അപ്പാപ്പൻ ക്ഷമിക്കണം, എനിക്ക് ഓർമ്മ വരുന്നില്ല, അതാ. മാത്തന്റെ പെമ്പിള മറിയാമല്ലയോ? ആന്നു. ആ, എന്നെ അങ്ങ് മറന്നു അല്ലയോ? എനിക്ക് മുളകിൻ്റെ കച്ചവടമായിരുന്നു. എടയാറ്റുമല ചന്തേ ഇടപാടുണ്ടായിരുന്നപ്പോൾ ഉള്ള ബന്ധമായിരുന്നു ഞങ്ങൾ തമ്മേ. അല്ല, 1-2 വട്ടം വന്നിട്ടുമുണ്ട്. അയാൾ പോയേച്ച് വർഷം എത്ര ആയെന്നാ? എല്ലാം ഒന്ന് മാറിപ്പോയേ, ചുറ്റി പോകത്തില്ലയോ? ആ ചവക്കോട്ടയുടെ അവിടെ നിറച്ചും കുരപ്പുല്ല് വളർന്നേക്കുവാ. വല്ല ഇഴയുന്നേം കയറി കിടന്ന അത് മതി. ഈ ചവക്കോട്ട ഇങ്ങനെ ഇട്ടാലെങ്ങനാ? നമ്മുടെ സ്വന്തക്കാരായിരുന്നവരല്ലയോ അവിടെയും കിടക്കുന്നേ. ഒന്നുമില്ല, ഇതിലേ പോയപ്പോൾ വെറുതെ കയറി എന്നേ ഉള്ളൂ. എൻ്റെ മോളെ കെട്ടിച്ചേക്കുന്നേ ഇവിടെ തുണ്ടിയില അവറാൻ്റെങ്ങ്. ആ, കെട്ടിച്ച് വിട്ടല്ലയോ, ഇടയ്ക്കിടയ്ക്ക് വരും അന്വേഷിച്ചേച്ച് പോകാൻ. വരുമ്പോഴെല്ലാം വിചാരിക്കും ഇവിടെ കയറണമെന്ന്. പക്ഷെ പറ്റത്തില്ല.
ഇനിയിപ്പോഴും കോതച്ചിറയ്ക്ക് പോവുമല്ലയോ? ആന്ന് ആ ഇത്തരേ അനന്ന വെള്ളം ഉണ്ടെങ്കിൽ തന്നാട്ടെ. ശാന്തമ്മോ, ഓ ഇച്ചിരി കഞ്ഞിവെള്ളം ഇങ്ങോട്ട് ഇടടി. പ്രായമായില്ലയോ, എന്നാലും മറക്കാവോ പഴയ ബന്ധം? അതാ വന്നേ. അപ്പാപ്പൻ ഒറ്റയ്ക്ക് നടന്നാന്നോ പോന്നേ? ആ ഇത് മാത്തൻ്റെ മോളല്ലയോ? പേരെന്താ കൊച്ചേ? ശാന്തമ്മ. ആ പെണ്ണിനെ കെട്ടുവല്ലോ കുറച്ചോ? നോക്കുന്നുണ്ട് അപ്പാപ്പ. പിന്നെ പനച്ചമൂട്ടിന്നൊരു ആലോചന വന്നയോ? അങ്ങനെ ഒന്ന് വന്ന്, അത്രേ ഉള്ളു. പറയാൻ മേലാങ്കിൽ പറയണ്ട. എന്നാലും എനിക്കൊരു കാര്യം പറയണം. അല്ല, അത് പറഞ്ഞില്ലേ മാത്തനോട് ചെയ്യുന്ന കുറ്റവാ. പനച്ചമൂട്ടി മേലാളത്തോട്ട് കെട്ടിക്കൊണ്ടു പോകണമെന്ന് കേട്ടു. നമ്മുടെ കുഞ്ഞനാൻ്റെ എല്ലാലിനും ഇളയ മോൻ്റെ ചെറുക്കന് വേണ്ടി. ശരിയല്ലയോ? കൊച്ചു കേട്ടോ, ഞാൻ പറഞ്ഞു തരാം. അത് ദോഷക്കാല. പെണ്ണണങ്ങി വാഴാത്ത വീടാ.